بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഉലൂമി അവർ ബാബു ഹുസ്നി ഇസ്ലാമിൽ മർഇ എന്ന ബാബിൽ പറഞ്ഞ രണ്ട് ഹദീസുകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. രണ്ടാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ഹദീസിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് മാലിക് ഇമാം തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. മുഅല്ലഖായ ഹദീസാണ്. അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ അസ്ലമൽ അബ്ദു ഫഹസുന ഇസ്ലാമുഹു യുകഫിറുല്ലാഹു അൻഹു കുല്ല സയ്യിഅത്തിൻ കാന സലഫഹാ വകാന ബഅദ ദാലികൽ ഖിസാസ് الحسنة بعشر أمثالها إلى 700 ضعف والسيئة بمثلها إلا أن يتجاوز الله عنها. ഈ ഹദീസ് മുഅല്ലഖാണ്. അതിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്തു പോയി. എന്നാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത എല്ലാ റാവികളും അതിൽ മറ്റൊരു വാചകവും കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേതാ? ഇമാം നസായി അവരുടെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മാലിക്കിലേക്കുള്ള സനദ് പറഞ്ഞതിൻ്റെ ശേഷം മാലിക് ഇമാം മുതൽ ബുഖാരി ഇമാമിൻ്റെ ഇതേ സനദോട് കൂടെ തന്നെ അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ إذا أسلم العبد فحسن إسلامه كتب الله له كل حسنة كان أزلفها ومحيت عنه كل سيئة كان أزلفها ثم كان بعد ذلك القصاص الحسنة بعشر أمثالها إلى 700 ضعف والسيئة بمثلها إلا أن يتجاوز الله عز وجل عنها. ഇത് സഹിയായ റിവായത്താണ്. ഇങ്ങനെ ഈ ഹദീസ് മാലിക് ഇമാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത എല്ലാ സനദിലും ഒരു കാഫിർ മുസ്ലിമായി, ആ മുസ്ലിമായി അവൻ്റെ ഇസ്ലാമിൽ അവൻ ഇഹ്സാനുള്ളവനായി ആയാൽ, അവൻ മുസ്ലിമാകുന്നതിൻ്റെ മുമ്പ് അവൻ ചെയ്തതായ ഏതെല്ലാം നൽകാര്യങ്ങളുണ്ടോ അതിനിക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അതെല്ലാം അവൻ ഹസനത്തായി എഴുതി വെക്കപ്പെടും. കതബല്ലാഹു ലഹു കുല്ല ഹസനത്തിൻ കാന അസ്ലഫഹാ. ഇങ്ങനൊരു പ്രയോഗം എല്ലാ റിവായത്തിലുമുണ്ട്. മറ്റേത് ബുഖാരിയിലുമുണ്ട്. വമുഹിയത് അൻഹു കുല്ലു സയ്യിഅത്തിൻ കാന അസ്ലഫഹാ. അവൻ ചെയ്ത എല്ലാ സയ്യിഅത്തിനെയും മായ്ച്ചു കളയും. അതൊരു മാലൂമായ കാര്യവുമാണ്. ഏത് കൊടും കുറ്റവാളിയായ ഭീകരനായ കാഫിറ ഇസ്ലാമിലേക്ക് വരലോടുകൂടെ ഷഹാദത്ത് കലിമ ചൊല്ലലോടുകൂടെ അവൻ ചെയ്തതായ എല്ലാ പാപങ്ങളെയും പൊറുക്കപ്പെടും. അതൊരു മാലൂമായ കാര്യമാണ്, എല്ലാവർക്കും വരുന്ന കാര്യമാണ്. മുസ്ലിം ആവലോട് കൂടെ അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. എന്നാൽ ഇവിടെ ഒരു ചർച്ച മറ്റുള്ളതിൻ്റെ ഒന്നാം ഭാഗമായി ഇമാം നസായി അടക്കമുള്ള മഹത്തുക്കൾ സ്വഹിയായ നിലക്ക് റിപ്പോർട്ട് ചെയ്ത അവൻ ഇസ്ലാം ആവലോട് കൂടെ മുസ്ലിം ആകുന്നതിൻ്റെ മുമ്പ് അവൻ ചെയ്തിരുന്ന ഹസനത്തുകൾ
ആ ഹസനത്തുകൾക്കെല്ലാം അവന് എഴുതപ്പെടും, അവനിക്ക് അതിനേക്കുള്ള കൂലി കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ് എന്തുകൊണ്ട് ഈ പ്രയോഗം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രയോഗിച്ചില്ല. അതിനിക്ക് അവർ പറഞ്ഞ മറുപടി ധാരാളം മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം ബുഖാരി മനഃപൂർവ്വം പറഞ്ഞതാണ്, കാരണം മനഃപൂർവ്വം കളഞ്ഞതാണ്, കാരണം ദീനിൻ്റെ ഉസൂലുമായി അത് ഒക്കാത്തത് കൊണ്ട്. കാരണം കാഫിറായ സമയത്ത് എന്തെങ്കിലും അമലുകൾ ചെയ്താൽ അത് അമലാവണമെങ്കിൽ നിയ്യത്ത് വേണ്ടേ? അതിൻ്റെ ഒന്നാമത്തെ ഷർത്തല്ലേ ഇസ്ലാം. അപ്പം ഇസ്ലാം എന്ന ഷർത്ത് അവിടെ ഇല്ലാത്തത് കൊണ്ട് അവൻ മുസ്ലിം ആകുന്നതിൻ്റെ മുമ്പ് ചെയ്തതിനെ സംബന്ധിച്ച് ഹസനത്ത് എന്ന് പറയില്ല, അമൽ എന്ന് പറയില്ല, അമൽ സ്വാലിഹ് എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അതിനെ ഒഴിവാക്കിയത് എന്ന് പറയുന്നവരുണ്ട്. പിന്നെ അവനിക്ക് അതിൻ്റെ കൂലി നൽകപ്പെടുമോ? ഇല്ലേ, അതിന് കൂലി എന്ന് പറയാനും പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് പല നിലക്ക് പല മഹാന്മാരായ പണ്ഡിതന്മാരും അതിനെ സംബന്ധിച്ച് വിലയിരുത്തിയതായി ഫത്ഹുൽ ബാരിയിൽ കാണാം, ഐനിയിൽ കാണാം. വഖദ് സബത ഫീ ജമീഇ റിവായാതി മാ സഖത മിൻ റിവായത്തിൽ ബുഖാരി വഹുവ കിതാബത്തുൽ ഹസനാത്തിൽ മുതഖദ്ദിമത്തി ഖബ്ലൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ മുമ്പ് ചെയ്തതായ സൽക്കർമ്മങ്ങളെ എഴുതി വെക്കുന്നതാണ് എന്നുള്ളതാണ്. അവിടെ ദാറഖുത്നിയുടെ മറ്റൊരു റിവായത്തിലുള്ളത് ഇങ്ങനെയാണ്: وللدارقطني من طريق زيد بن شعيب عن مالك بلفظ يقول الله لملائكته اكتبوا. അവൻ ചെയ്ത എല്ലാ ഹസനാത്തിനെയും എഴുതി വെച്ചോളി. فقيل إن المصنف أسقط ما رواه غيره. മറ്റുള്ളവർ റിവായത്ത് ചെയ്തതിനെ മുസന്നിഫ് ബുഖാരി ഇമാം അതിനെ കളഞ്ഞു. അംദൻ, മനഃപൂർവ്വം കളഞ്ഞതാണ്. ലിഅന്നഹു മുഷ്കിലുൻ അൽ ഖവായിദി. അത് ഖവായിദ് വെച്ച് നോക്കുമ്പം, ഇസ്ലാമിൻ്റെ ഉസൂൽ വെച്ച് നോക്കുമ്പം അത് മുഷ്കിലാണ്, അതുകൊണ്ട് കളഞ്ഞതാണ് ആ ഭാഗം എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. وقال المازري الكافر لا يصح منه التقرب ولا يثاب على العمل الصالح صادر منه في شركه. കണ്ടോ, കാഫിറിന്റെ വക്കൽ നിന്ന് ഇബാദത്ത് സഹിയാവൂല, അതുകൊണ്ട് തന്നെ അവനിക്ക് അതിന് കൂലി നൽകപ്പെടൂല. ശിർക്കിന്റെ സമയത്ത് നടന്നത് ലിഅന്ന മിൻ ശർത്തിൽ മുതഖദ്ദിബി അൻ യകൂന ആരിഫൻ ലിമൻ യതഖറബു ഇലൈഹി. അവൻ ആർക്കാണോ തഖറബ് ചെയ്യുന്നത് എങ്കിൽ അവൻ അറിയണ്ടേ, ആർക്കാണ് ഈ ബാധ ചെയ്യുന്നതിൽ അവൻ അറിയണ്ടേ. അള്ളാഹ് കൂലി കൊടുക്കണമെങ്കിൽ അള്ളാഹ് അവൻ അറിയണ്ടേ, അത് അവൻ അറിയില്ലല്ലോ എന്നാണ്. കാഫിറു ലൈസ കദാലിക. കാഫിർ അങ്ങനെയല്ലല്ലോ, അവനക്ക് അള്ളാഹിനെ അറിയാതെ ചെയ്ത അമലുകളല്ലേ, അതിനൊക്കെ എങ്ങനെ അള്ളാഹ് കൂലി കൊടുക്കണമെന്ന് പറയാൻ പറ്റുക. വതാബഅഹുൽ ഖാളി, മാസരി പറഞ്ഞതിനോട് ഖാളി ഇയാള്, അവരോട് ഖാളി ഇയാദും അവരോട് യോജിച്ചു കൊടുത്തിട്ടുണ്ട്. മാസരി പറഞ്ഞതിനോട് നേരാത്തക്രീരിയാതല്ലിഷ്കാൽ. ഇങ്ങനെ ധാരാളം ആളുകൾ ഈ ഒരു ചർച്ച ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ മറുപടിയായി നമുക്ക് പറയാനുള്ളത്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അത് ഇവിടെ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇമാം ബുഖാരി രണ്ടാമതൊരു കാരണം കൊണ്ടാവാം. ഒന്ന്, ഹദീസുകളിൽ നിന്ന് കട്ട് ചെയ്ത് റിവായത്ത് ചെയ്യൽ ജായിസാണ് ഇമാം ബുഖാരിൻ്റെ അടുക്കൽ, അങ്ങനെ ആ ഭാഗം ഒഴിവാക്കി. രണ്ട്, ഇവിടെ അതിനെ സംബന്ധിച്ച് ഈ ബാബിൽ ഹസനത്തിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്ന. ഹസനത്ത് ഹുസ്നുൽ ഇസ്ലാമിൽ മറുകാണ്. ആ ഹുസ്ന് എന്ന് പറയുന്നത് ഈമാനിൻ്റെ മേലെ മർത്തബയുള്ളതിനെ പറ്റിയാണ് ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഹസനത്ത് എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ കാഫിറായ സമയത്ത് അവൻ ഹസനത്ത് എന്ന് അവനെ പറ്റി പറയാൻ പറ്റുമല്ലോ. കാരണം എന്തുകൊണ്ട്? അവനിക്ക് അല്ലാഹു തആലാനെ കണ്ടിട്ടില്ല, കാണുമ്പോൾ അമൽ ചെയ്യാൻ യോഗ്യനല്ല, അവൻ അള്ളാഹിനെ അറിയാത്ത കാലത്ത് ചെയ്തതല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് ഹസനത്ത് എന്ന് ഇവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച മാനല്ലാതെ വെച്ച് പോവോ എന്നത് പേടിച്ചതിന് വേണ്ടി ആ ഭാഗം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കുകയും ചെയ്യാം. എന്നാൽ അതിൻ്റെ ആശയമാണെങ്കിലോ അവിടെ ഹസനത്ത് എന്ന് പറയുന്നത് അതിൻ്റെ മജാസിയായ മഅനാക്കാണ്. മുസ്ലിമായ മനുഷ്യൻ്റെ വക്കൽ നിന്ന് ഹസനത്തായി എണ്ണപ്പെടുന്ന ഒരു കാര്യങ്ങൾ
നന്മയായി എണ്ണപ്പെടുന്ന കാര്യങ്ങൾ അത് കാഫിർ ചെയ്താൽ അവനിക്ക് മുസ്ലിമാവലോട് കൂടെ അതിൻ്റെ കൂലി നൽകപ്പെടും. അതിനെ അവൻ്റെ ഹസനാത്തായി എഴുതപ്പെടും. കൂലി എന്നതിനെ സംബന്ധിച്ച് പറയരുത്. മുമ്പ് നമ്മൾ പല വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പറച്ചില് കൂലി എന്നേ ഉള്ളൂ. അതിനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പരിഗണിക്കും. അവനിക്ക് അതിൻ്റെതായ സവാബ് അള്ളാഹു നൽകും, അജ്ർ അള്ളാഹു നൽകും. അപ്പോൾ കാഫിർ മുസ്ലിമാവലോട് കൂടെ അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടലോട് കൂടെ നന്മയായി പൊതുജനങ്ങൾ എണ്ണപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. സദഖകളുണ്ട്, പരസ്പരം ഒത്താശ ചെയ്യലുണ്ട്, മുവാസാത്ത് ചെയ്യലുണ്ട്, ധർമ്മം ചെയ്യലുകളുണ്ട്, സഹായിക്കലുണ്ട്, ഒത്താശകൾ ചെയ്യലുണ്ട്, വാക്കുകൊണ്ട് ചെയ്യലുണ്ട്, സമ്പത്ത് കൊണ്ട് ചെയ്യലുണ്ട്, തടി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏതെല്ലാം നന്മകളുണ്ടോ അവൻ മുസ്ലിമാകുന്നതിൻ്റെ മുമ്പ് നന്മയായി എണ്ണപ്പെടുന്ന കാര്യങ്ങൾ, ഒറിജിനൽ മുസ്ലിമിൻ്റെ വക്കൽ നിന്ന് നന്മയായി എണ്ണപ്പെടുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അത് എന്ത് തന്നെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം അവൻ്റെ ഹസനാത്തിൻ്റെ കൂട്ടത്തിൽ എഴുതപ്പെടും. ആ എഴുതപ്പെടുന്നത് ചിന്തിക്കേണ്ടത് ഇതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാന്മാർ പറഞ്ഞതുപോലെ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം കാഫിറായ സമയത്ത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മക്ബൂലായിരുന്നു, സ്വീകാര്യോഗ്യമായിരുന്നു എന്നല്ല. പിന്നെ അവൻ മുസ്ലിമാവലോട് കൂടെ ആ ഇസ്ലാമിൻ്റെ പവർ കൊണ്ട് ദോഷം മുഴുവനും പൊറുക്കപ്പെട്ട മാതിരി അതിന് മുമ്പ് അവൻ സൽക്കർമ്മമായി എണ്ണപ്പെടാൻ പറ്റുന്ന, നന്മയായി എണ്ണപ്പെടാൻ പറ്റുന്ന എന്തുണ്ടോ അത് മുഴുവനും അല്ലാഹു തആല അവനിക്ക് ഔദാര്യമായി സമ്മാനമായി നൽകി, ജായിസത്തായി നൽകി, തഫല്ലുലായി നൽകി. ഈമാനിൻ്റെ മഹത്വം കൊണ്ട് അവൻ ചെയ്ത അമലെന്താ? ഈമാൻ. ആ ഈമാൻ ചെയ്തതോട് കൂടെ അവൻ അതിൻ്റെ മുമ്പ് ചെയ്തതിനിക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല അവനെ പരിഗണിച്ചു. ഏത് അമുസ്ലിമിനിക്കും മുസ്ലിമാവാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാചകമാണിത്, ഒരു സംഭവമാണിത്. അവർ അമുസ്ലിമായ കാലത്ത് ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങൾക്കും അത് ഇസ്ലാമാവലോട് കൂടെ അത് പരിഗണിക്കും. അതോടുകൂടെ തന്നെ അവൻ ചെയ്തതായ കുറ്റങ്ങളെ മുഴുവനും പൊറുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഖാദി ഇയാദ്, മാസരി പോലെയുള്ള ഇമാമിയങ്ങൾ പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട ഇമാം നവവി ദഈഫാക്കി. ഫത്തുൽ ബാരി പറയാണ് ഇവർ പറഞ്ഞതിനെ ഇമാം നവവി ദഈഫായി എണ്ണി. ഫഖാല, ഇതിന്റെ നബി ഇമാം പറഞ്ഞു, അസ്സവാബുല്ലദീ അലൈഹിൽ മുഹഖിഖൂന ബൽ നകല ബഅ്ദുഹും ഫീഹിൽ ഇജ്മാ. മുഹഖിഖീങ്ങളുള്ള യഥാർത്ഥ സത്യം മാത്രമല്ല, ഇത് ഇജ്മാ ആയി വരെ ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. അന്നൽ കാഫിറ ഇദാ ഫഅല അഫ്വാലൻ ജമീലതൻ, അതാ ജമീലത്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥമുള്ളത്, ഹസനത്തിൻ്റെ മാനുള്ളത്. ഒരു കാഫിർ നല്ല കാര്യം ചെയ്താൽ കസ്വദഖത്തി, സ്വദഖ പോലെ, വസിലത്തിർ റഹ്മി, കുടുംബബന്ധം ചേർക്കും പോലെ, സുമ്മാസിലമ, പിന്നെ അയാൾ മുസ്ലിമായി, വമാതൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മേൽ മരിക്കുകയും ചെയ്താൽ അന്ന സവാബ ദാലിക യുക്തബു ലഹു, അതിൻ്റെ കൂലി അവനിക്ക് എഴുതപ്പെടും. വഅമ്മാ ദഅവ അന്നഹു മുഖാലിഫുൻ ലിൽ ഖവാഇദ്, ശറഈന്റെ ഉസൂൽ ഖവായിദകളോട് അത് എതിരാണ് എന്ന വാദം ഫഗൈറു മുസല്ലമിൻ, നബി ഇമാമാണ് പറഞ്ഞത്, സമ്മതിക്കപ്പെടുന്നതല്ല. ലിഅന്നഹു ഖദ് യുഅ്തദു ബിബഅദി അഫ്ആലിൽ കാഫിരി ഫി ദുനിയാ, ദുനിയാവിൽ വെച്ച് തന്നെ കാഫിറിന്റെ ചില അമലുകളെ കൊണ്ട് പരിഗണിക്കപ്പെടലുണ്ട്. കഫാറത്തിൽ ലിഹാർ, ലിഹാറിന്റെ കഫാറത്ത് പോലെ. ഒരാൾ കാഫിറായ സമയത്ത് ഭാര്യയോട് പറഞ്ഞു, നീ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ മാതിരിയാണ് എന്ന് പറഞ്ഞു. പിന്നീട് അവനിക്ക് ആ ഉമ്മാൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ പെണ്ണിനെ അവനിക്ക് ഭാര്യയായി വെക്കണമെങ്കിൽ അതിന് കഫാറത്ത് കൊടുക്കേണ്ടതുണ്ട്. ആ കഫാറത്ത് അവൻ കാഫിറായ സമയത്ത് ലിഹാർ ചെയ്യുകയും എന്നിട്ട് കാഫിറായ സമയത്ത് തന്നെ ലിഹാറിൻ്റെ കഫാറത്തും കൊടുത്താൽ ഇസ്ലാമായി വന്നാൽ അവൻ മടക്കി ചെയ്യേണ്ടതില്ല. ഫഇന്നഹു ലാ യൽസമുഹു ഇആദത്തുഹാ ഇദാ അസ്ലമ വതുജ്സിഉഹു, അതവനിക്ക് മതിയാവുകയും ചെയ്യും, മടക്കേണ്ട ആവശ്യവുമില്ല. ഇന്ദഹ. ഈ വിഷയത്തെ സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ ചെയ്യുന്നുണ്ട്.
ഫത്വൽ ബാരി വൽ ഹഖു അന്നഹു ലാ യൽസമു മിൻ കിതാബത്തി സവാബി ലിൽ മുസ്ലിമി ഫീ ഹാലി ഇസ്ലാമിഹി തഫദ്ദുലൻ മിനല്ലാഹി വ ഇഹ്സാനാ അൻ യകൂന ദാലിക ലികൗനി അമലിഹി സ്വാദിരി മിൻഹു ഫിൽ കുഫ്രി മഖ്ബൂലാ. കണ്ടോ, ഇസ്ലാമിൻ്റെ മുമ്പ് ചെയ്തതായ ജമീലായ അമലുകൾ അതിനിക്ക് ഇസ്ലാമിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സവാബ് നൽകി സവാബിൻ്റെ അമലായി എഴുതുന്നതിന് അവൻ കാഫിറായ സമയത്ത് സ്വീകരിച്ചു എന്നൊന്നത് വരൂല. അവൻ ആ ചെയ്തതിന് അവൻ അഭിനന്ദനമായി സമ്മാനമായി അല്ലാഹു തആല നൽകുന്നു എന്നേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇമാം ബഹുമാനപ്പെട്ട ഫത്വൽ ബാരി റളിയല്ലാഹു അൻഹു ധാരാളം സംസാരിച്ചതിന് ശേഷം ഉദ്ധരിക്കുകയാണ് വഖാല ഇബ്നു ബത്താലിന് ഒരു ഫത്വൽ ബാരി ഉണ്ട്. ബിനാചർ തങ്ങൾക്കുള്ള ഫത്വൽ ബാരിൻ്റെ മുമ്പുണ്ടാക്കിയ ഫത്വൽ ബാരിയാണ് ഇബ്നു ബത്താൽ ഫത്വൽ ബാരി. നല്ല തഫ്സീറാണ്, നല്ല ശറഹാണ്, ബുഖാരിയുടെ ശറഹാണ് ഇബ്നു ബത്താലിൻ്റെത്. ഇബ്നു ബത്താൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലില്ലാഹി അൻ യതഫദ്ദല അലാ ഇബാദിഹി ബിമാ ശാഅ വലാ ഇഅ്തിറാദ ലിഅഹദിൻ അലൈഹി. ഒരാൾക്കും അല്ലാഹുവിൻ്റെ മേലിൽ ഇഅ്തിറാദാക്കാനുള്ള അധികാരമില്ല. അല്ലാഹു തആലാക്ക് ഓരോരുത്തർക്കും അവരവർ അല്ലാഹു ഉദ്ദേശിച്ചതൊക്കെ കൊടുക്കാലോ. അതുകൊണ്ട് ഒരു നിലക്കും അത് കാഫിറിനക്ക് കൂലി ചെയ്തതായ അമൽ സ്വീകാര്യയോഗ്യമാകും എന്ന് പറയുന്നതിന് പകരം അള്ളാഹു മുസ്ലിമാവരോട് കൂടെ ദോഷം പൊറുക്കപ്പെടുന്ന മാതിരി നന്മയായി എണ്ണപ്പെടുന്ന എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവൻ മുസ്ലിമായതിൻ്റെ ശേഷം ചെയ്തത് പോലുള്ള കൂലി അവനക്ക് കൊടുക്കും. അത് അംഗീകരിച്ചതിന് അംഗീകാരം നൽകും. അതെല്ലാം അവൻ്റെ ഹസനാത്തിൽ എണ്ണപ്പെടും. പിന്നെ ധാരാളം തെളിവുകൾ ഇമാമിയങ്ങൾ പറയും. ഫത്വൽ ബാരിയും അയിനിയൊക്കെ എല്ലാം സംസാരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾ മുസ്ലിമായപ്പം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അതിൻ്റെ നീ മുസ്ലിമായി അലാമാ ഫഅൽത ഖബ്ലൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മുമ്പ് നീ ചെയ്തതായ ഒന്നോട് കൂടെയാണ് നിനക്ക് കൂലി നൽകപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അസ്ലംത അലാമ അസ്ലഫ്ത, അങ്ങനെ ഹദീസിലുള്ളത്. അസ്ലംത അലാമ അസ്ലഫ്ത, നീ മുമ്പ് ചെയ്തു പോയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതോട് കൂടെയാണ് നീ മുസ്ലിമായിട്ടുള്ളത്. ഹക്കീം ബിൻ ഹിസാമിനോട് പറഞ്ഞതാ, അസ്ലംത അലാമ അസ്ലഫ്ത മിൻ ഖൈർ, നീ മുസ്ലിമാകുന്നത് ഖൈറിനാൽ എന്തെല്ലാം മുമ്പ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിന്റെ ഏടുകളിൽ ഉള്ളതായിട്ടാണ്. പിന്നെ അവിടെ ചോദിക്കപ്പെടലുണ്ട്. ഇബ്നു ജദ്ആൻ എന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന മക്കയിലുള്ള ഖുറൈശികളിൽപ്പെട്ട ഒരു വലിയ ധർമ്മിഷ്ഠനാണ്. നദീറില്ലാത്ത ധർമ്മം ചെയ്ത ഇബ്നു ജദ്ആൻ ആളെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അയാൾ ചെയ്തതായ സൽക്കർമ്മങ്ങൾ അത് അയാൾക്ക് ഉപകാരപ്പെടുമോ പെടൂലേ? കാരണം മുസ്ലിമായിട്ടില്ല. അത് അയാൾക്ക് ഉപകാരപ്പെടുമോ പെടില്ലേ? ഇബ്നു ജദ്ആന്റെ സൽക്കാരത്തിൽ പലപ്പോഴും റസൂലുള്ളാഹി പങ്കെടുത്തിട്ടുണ്ട്. മക്കയിൽ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അന്നത്തെ കാലത്ത് കഴിക്കാത്ത ഒരാളുണ്ടാവൂല. അതിന് മാത്രം ധർമ്മിഷ്ഠനായ ഇബ്നു ജദ്ആൻ. അയാളെ സംബന്ധിച്ച് ആയിഷ ബീവി ചോദിക്കുന്നു, അയാള് അയാൾ ചെയ്തിരുന്ന നന്മ അയാൾക്ക് ഉപകാരപ്പെടുമോ? فقال إنه لم يقل يوما ربي اغفر لي خطيئتي يوم الدين. അദ്ദേഹം ഒരു ദിവസം പോലും റബ്ബി ഇഗ്ഫിർ ലി ഖതിയതി യൗമദ്ദീൻ എന്നുള്ള മഗ്ഫിറത്തിൻ്റെ ഒരു വാചകം പോലും റബ്ബിനോട് ചോദിച്ചിട്ടില്ല, റബ്ബിനെ അറിഞ്ഞിട്ടില്ല. അറിയാതെ കാഫിറായി ചത്തതാണ്. കാഫിറായി നന്മകൾ ചെയ്തവൻ കാഫിറായി ചത്തുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച 71-ാമത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പല ബുദ്ധിജീവികൾ എന്ന് പറയുന്ന നിരീശ്വരവാദികൾ അവർ പറയുന്നുണ്ട്, ഗാന്ധിജി ചെയ്ത സൽക്കർമ്മങ്ങൾ ഗാന്ധിജി കടക്കാതെ സ്വർഗം എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ നന്മകൾ ചെയ്ത ധാരാളം ആളുകൾ മുസ്ലിമീങ്ങളല്ലാത്തവർ ജീവിച്ചു പോയിട്ടുണ്ട്, ഒരു മുസ്ലിമീങ്ങളല്ലാതെ മരിച്ചവരാവാം, അവർക്ക് സ്വർഗ്ഗമില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് മറുപടിയായി 71-ാമത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്.
അതന്നെയാണ് ഇബ്നു ജദ്ആനെ സംബന്ധിച്ചും പറയാനുള്ളത്. അദ്ദേഹം നന്മകൾ ധാരാളം ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം മുസ്ലിമായി മരിച്ചവരല്ല. അതുകൊണ്ട് അതിനൊക്കെ പ്രതിഫലം ആഖിറത്തിൽ ലഭിക്കൂല. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതിയതി യൗമദ്ദീൻ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനെ സംബന്ധിച്ചല്ല. അദ്ദേഹം ഇവിടെ ധാരാളം നന്മകൾ ധാരാളം ചെയ്തു. ആ ധാരാളം നന്മകൾ ചെയ്യലോട് കൂടെ അദ്ദേഹം അവസാന മുസ്ലിമായി. ആ മുസ്ലിമായി മരിച്ചാൽ അദ്ദേഹം ചെയ്തതായ എല്ലാ സൽക്കർമ്മങ്ങൾക്കും നന്മയായി എണ്ണപ്പെടാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം നന്മകളുണ്ടോ, അഫ്അലുൻ ജമീലുണ്ടോ, അത് മുഴുവനും പരിഗണിക്കപ്പെടും. ഇതൊരു അത്ഭുതമല്ല. ഇത് എങ്ങനെയാണ് ഖാളിയാദിനെ പോലെയുള്ളവർക്ക് തിരിയാതെയായി ചിന്തിക്കേണ്ടതുള്ളൂ. ഇമാം നബി പറഞ്ഞത് തന്നെയാണ് സത്യം. സവാബു എന്നാ പറയും, ഇതാണ് ശരി, മറ്റേ തെറ്റാണ്. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു ആയത്തുണ്ട്, സൂറത്തുൽ ഫുർഖാൻ. എന്തെങ്കിലും ഇബാദുർ റഹ്മാന്റെ വസ്ഫ് പറഞ്ഞതിന്റെ ശേഷം പറയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. എന്തെല്ലാം തെറ്റുകൾ ചെയ്തോ, വ്യഭിചരിച്ചു, കട്ടു, കൊന്നു, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുത്തു, ശിർക്ക് ചെയ്തു, ഇങ്ങനെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തോ അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, യുളാഇഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ എന്ന് പറഞ്ഞവനിക്ക് അല്ലാഹു തആല അദാബിനെ ഇരട്ടിയാക്കി കൊടുക്കുകയും അവൻ വളരെ നിന്യതാനായി നരകത്തിൽ ശാശ്വതമാവുകയും ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞത്, ഇല്ലാ മൻ താബ. ഈ പറഞ്ഞ വന്തോഷങ്ങൾ ചെയ്തവനിൽ നിന്നെല്ലാം തൗബ ചെയ്തവൻ ഒഴിച്ച് വആമന വഅമില അമലൻ സ്വാലിഹാ, അവൻ വിശ്വസിച്ച് തൗബ ചെയ്തു, വിശ്വസിക്കുകയും ചെയ്തു, സ്വാലിഹായ അമലുകളെയും ചെയ്തവൻ ഒഴിച്ച് ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തതായ തെറ്റുകളെ, പാപങ്ങളെ അല്ലാഹു തആല സൽക്കർമ്മമായി മാറ്റും. ഇതിന്റെ തഫ്സീർ നോക്കിയാൽ കാണാം, ചില ആളുകൾ നാളെ മഹ്ശറിൽ ചെന്ന് ഖേദിക്കണവരുണ്ട്. എന്തിനാ ഖേദിക്കണത്? കുറേ തെറ്റ് ചെയ്തില്ലല്ലോ, പലതവണ വ്യഭിചരിച്ചില്ലല്ലോ, പലതവണ കട്ടില്ലല്ലോ, പലതവണ ശിർക്ക് വെച്ചില്ലല്ലോ, പലതവണ കൊന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ ഖേദിക്കണവരുണ്ട്. ചാൻസ് ഇട്ടിട്ട് ഞാൻ കുറേ ആളെ കൊന്നില്ല, കാരണം കൊന്നിക്കുകയാണെങ്കിൽ അതെല്ലാം ഷഹീദിനെ കൊന്ന കുലിക്ക് അള്ളാഹു തലമാറ്റി കൊടുക്കുകയാണ്. അതൊരു പ്രൈസാണ്. പക്ഷേ അത് ഷർത്തുണ്ട്, തെറ്റ് ചെയ്തിട്ട് ഈമാൻ കിട്ടി മരിക്കണം എന്നുള്ളതുണ്ട്. തൗബ ചെയ്ത് ഈമാൻ കിട്ടി സൽക്കർമ്മം ചെയ്ത് മരിക്കണം എന്നുണ്ട്. അത് അവന് കിട്ടുമല്ലോ അറിയാൻ പറ്റൂല. അപ്പം ആരും മണ്ടി ചെന്ന് തെറ്റ് ചെയ്യാൻ നിൽക്കണ്ട. തെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് മടങ്ങുന്നതിൻ്റെ മുമ്പ് ചത്തുവോ ജീവൻ പോയാലോ എല്ലാം പോകൂലേ? അതിൻ്റെ പേരിൽ തെറ്റ് ചെയ്യാൻ നടക്കണ്ട. പക്ഷേ ലക്കിക്ക് അങ്ങനെ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് തൗബ ചെയ്ത് മൂമിനായി സ്വാലിഹായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകളെ സൽക്കർമ്മമായി അല്ലാഹു മാറ്റിമറിച്ചു കൊടുക്കും. എന്നിട്ട് അവനിക്ക് സൽക്കർമ്മം തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്ന ആളുകളുണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ മഹ്ള് ഫളിലാണ്. അത് ചോദ്യം ചെയ്യാൻ ആരും നിൽക്കണ്ട. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് വളരെ സഹിയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇമാം ബുഖാരി വിടാനുണ്ടായ കാരണം ഇതാണ്. ഇവിടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസനത്ത് എന്ന് പറയില്ല, അതിനിക്ക് ഒരു മജാസിയായ ഹസനത്തായി വെക്കേണ്ടതുണ്ട്. അത് അങ്ങനെ ഒരു ഇമാം ബുഖാരിയുടെ തഹ്ഖീഖുള്ള നോക്കുമ്പോൾ ഇവിടെ പറയാതിരിക്കലാണ് വേണ്ടത്. ആ നിലക്കത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ബാബു ഹുസ്നി ഇസ്ലാമിൽ മർഇ എന്ന ബാബിലെ രണ്ടാമത്തെ ഹദീസിൻ്റെ റാവികളെ സംബന്ധിച്ചാണ്, സനദിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ 5 റാവികളാണുള്ളത്. ഒന്നാമത്തത് ഇസ്ഹാഖ് ബിൻ മൻസൂർ എന്നവരാണ്. ബിഹ്റാം, ഇസ്ഹാഖ് ബിൻ മൻസൂർ ബിൻ ബിഹ്റാം എന്നതാണ്. നബിമാൻ പറഞ്ഞ ബിഹ്റാം എന്നാണ്, മറ്റുള്ളവർ പറഞ്ഞ് മസൂർ ബഹ്റാം എന്നാകുന്നു എന്നും പറയുന്നുണ്ട്.
അബൂ യാക്കൂബ അൽ കൂസജു മിൻ അഹ്ലി മർവ, അവർ മർവക്കാരനാണ്. നൈസാബൂറിലാണ് വളർന്നതും താമസിച്ചതും. അവിടെ നിന്ന് ഇറാഖ്, ഷാം, ഹിജാസ് എന്നീ നാടുകളിലേക്കെല്ലാം ഹദീസ് പഠനത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് സിഹാബ് സിത്തൻ്റെ എല്ലാ അയിമത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂദാവൂദ് ഒഴികെയുള്ള. അസ്വാബുൽ ഹദീസിൽ വെച്ച് പ്രധാനികളിൽപ്പെട്ട ഒരാളാണ്. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മസ്അലകൾ മുഴുവനും തദ്വീൻ ചെയ്ത് ക്രോഡീകരിച്ച ആള് ഈ ഇസ്ഹാഖ് ബിൻ മൻസൂർ എന്ന് പറയുന്ന മഹാനാണ്. ഇമാം നസായി പറയുന്നത് സിഖത്തുൻ സബത്തുൻ. അവരുടെ ജനനം ഏകദേശം ഹിജ്റ 171 ശേഷമാണ്. അവരുടെ വഫാത്ത് 251 നൈസാബൂറിലാണ് കബറടക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത് ഇസ്ഹാഖ് എന്നവരുടെ ഉസ്താദ് ഹദ്ദസനാ അബ്ദുർ റസാഖ് ബിൻ ഹമ്മാം ബിൻ നാഫി അൽ യമാനി അസ്സൻആനി. അബ്ദുർ റസാഖിന് സൻആനി, ഇവരാണ് രണ്ടാമത്തെ ഉസ്താദ്. സൻആനി അബ്ദുർ റസാഖ് എന്ന് പറയുമ്പോഴേക്ക് മനുഷ്യരുടെ മുഅ്മിനീങ്ങളെ എല്ലാവരെയും മനസ്സിലേക്ക് വരല് മുസന്നഫ് അബ്ദുർ റസാഖിൻ്റെ പ്രധാന കിതാബാണ് മുസന്നഫ്. അവർക്ക് തഫ്സീറിൽ കിതാബുണ്ട്, അതുപോലെ സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ കിതാബുണ്ട്. അവരുടെ മുസന്നഫ് ലോകപ്രസിദ്ധമാണ്. ബഹുമാനപ്പെട്ട ഹാഫിദു ദഹബി അവരെ സംബന്ധിച്ച്, ആ കിതാബിനെ സംബന്ധിച്ച്, മുസന്നഫിനെ സംബന്ധിച്ച് പറഞ്ഞത് ബിഅന്നഹു ഖിസാനത്തു ഇൽമിൻ, അത് ഇൽമിൻ്റെ പത്തായമാണ്. അതാണ് എല്ലാ ഇൽമിൻ്റെയും അടിസ്ഥാനമായി വരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹുമായി ധാരാളം കൂടിയിരുന്നിട്ടുണ്ട്. അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ആദ്യം ദീൻ പഠിച്ചത് ബഗ്ദാദിൽ നിന്ന് തന്നെയാണ്. ബഗ്ദാദിൽ നിന്ന് പഠിച്ചതിൻ്റെ ശേഷമാണ് പിന്നീട് മക്കയിലേക്ക് വരുന്നത്. മക്കയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായി, അവരുടെ മദ്ഹബിൻ്റെ മുഹർറിറായി അങ്ങനെ നിന്നു മക്കയിൽ വെച്ച്. പിന്നീട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മദീനയിലുള്ള പഠനങ്ങളെല്ലാം കഴിഞ്ഞ് മദീനയിൽ നിന്ന് പിന്നീട് ബഗ്ദാദിലേക്ക് ചെന്നപ്പോൾ അവിടെയും ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വരികയും മക്കയിൽ നിന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, യഹ്യ ബിൻ മഈൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാരായ കുറേ പണ്ഡിതന്മാർ ആലോചിക്കുകയാണ്, ചർച്ച ചെയ്യാണ്. നമുക്ക് ഇന്നത്തെ അറിയപ്പെട്ട മുഹദ്ദിസായ അബ്ദുർ റസാഖ് സൻആയിലുള്ള ആളാണ് യമനിലെ. അവരുടെ അടുത്ത് പോയി ഹദീസ് പഠിക്കണം, അങ്ങോട്ട് യാത്ര തിരിക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ യാത്രക്ക് വേണ്ടി അവർ ഒരുങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ഹജ്ജിൻ്റെ സീസണായപ്പോൾ അവർക്ക് വിവരം കിട്ടുന്നത് അബ്ദുർ റസാഖ് അസ്സൻആനി റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി മക്കയിൽ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നുൽ മദീനി അഹ്മദ് ഹംബൽ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, വലിയ വലിയ ആളുകളാണ്, നാം തേടിയ വള്ളി നമ്മുടെ കാൽ ചുറ്റിയിട്ടുണ്ട്, അവർ മക്കത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മക്കയിൽ വെച്ച് ഇൽമു തേടാലോ, അവരൊക്കെ നിന്ന് ഹദീസ് പഠിക്കാലോ. അങ്ങനെ യഹ്യ ഇബ്നുൽ മദീനി അവരുടെ അടുക്കലേക്ക് ചെല്ലുകയും അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹദീസ് പഠിക്കാൻ വേണ്ടി സമയം ചോദിക്കുകയും സമയം കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ വിവരം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ചോദിച്ചു, നമ്മുടെ ആ നിയ്യത്ത് എന്ത് കാട്ടും? ഇൽമ് തേടാൻ വേണ്ടി മക്കയിൽ നിന്ന് യമനിലേക്ക് ചെന്ന് അവിടെ വെച്ച് പഠിക്കണമെന്നുള്ള ഒരു നിയ്യത്തുണ്ടല്ലോ, ആ നിയ്യത്ത് നാം എന്ത് ചെയ്യും?
അപ്പോൾ രണ്ടാളും തീരുമാനിച്ചത് നമുക്ക് ഇവിടുന്ന് പഠിക്കണ്ട, നമുക്ക് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പോയി പഠിക്കാം ഹജ്ജ് കഴിഞ്ഞതിൻ്റെ ശേഷം. അങ്ങനെ അവർ ഹജ്ജ് കഴിഞ്ഞ് പോയതിൻ്റെ ശേഷം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു അബ്ദുർ റസാഖ് സ്വൻആനി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി പോകുന്നു. അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അന്ന് കുറച്ച് തിടുക്കമുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യമായി യാത്രാസംഘത്തിലുള്ള കച്ചവടക്കാരോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി തരുന്ന പണി ഞാൻ ചെയ്യാം, എന്നാൽ എൻ്റെ ഭക്ഷണവും എൻ്റെ യാത്രാചരവും അതിൽ കൂടെ കഴിയുമല്ലോ. അങ്ങനെയായിരുന്നു അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ യാത്ര. അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അവർ എത്തി. പല ചരിത്രങ്ങളും അവിടെയുണ്ട്. ആ എത്തിയ സമയത്താണ് 9 മാസം തുടർച്ചയായി അവിടെ നിന്നിട്ടുണ്ട്, അതല്ല അതിൽ കൂടുതൽ നിന്നിട്ടുണ്ട് എന്ന് ചരിത്രമുണ്ട്. അബ്ദുർ റസാഖ് എന്നവർ അവരുടെ കൂടെ ഉണ്ടായ അഹ്മദ് ഹംബലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യഹ്യ ബിൻ ഖത്താൻ, യഹ്യ ബിൻ മദീനി, സുഫിയാൻ ഉയൈന പോലെയുള്ള വലിയ ആളുകൾ പലരുമുണ്ട് അവിടെ. അവർക്കെല്ലാവർക്കും നേതാവായി അഹ്മദ് ഹംബലിനെ നിശ്ചയിച്ചു കൊടുക്കുകയും ഇവരാണ് നിങ്ങളുടെ അമീൻ എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മറ്റുള്ളവരുടെ ഔദാര്യം സ്വീകരിക്കാൻ വലിയ മടിയുള്ള സാഹിദാണ്. അഹ്മദ് ഹംബൽ റളിയല്ലാഹുവിൻ്റെ സുഹൃദ് അറിയപ്പെട്ട സുഹൃദാണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മജ്ലിസിൽ നിന്ന് അവർ അപ്രത്യക്ഷമാവലുണ്ട്. അബ്ദുർ റസാഖ് എന്നവർ ചോദിച്ചറിഞ്ഞു, എവിടെയാണ് അഹ്മദ് ഹംബൽ? അപ്പം ആ അന്വേഷണത്തിൽ വ്യക്തമായി അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ചെലവിന് കൊണ്ടുവന്ന ഭക്ഷണം സംഭവം പണം തീർന്നിട്ടുണ്ട്. അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അങ്ങാടിയിലുള്ള ചുമട്ട് തൊഴിലാളികളുമായി ചില വിഷയത്തിൽ കരാറ് ചെയ്തു. അവർക്ക് ഓരോരോ ദിവസത്തേക്കും ഭക്ഷണത്തിനും ചെലവിനും വേണ്ടുന്ന പണത്തിന് വേണ്ടി ചുമടേറ്റുന്ന പണിയെടുക്കലുണ്ട്. അതിന് വേണ്ടി ആണ് ഈ പിന്തുന്നത്, സദസ്സിലില്ലാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ പണി ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടുന്ന ചെലവ് മുഴുവനും ഞാൻ തരാം, ഈ പണം കയ്യിൽ പിടിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മഹാനവർകൾ അത് നിരസിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടില്ല. അത് അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അറിയുന്നവർക്കറിയാം. അവരുടെ സുഹൃദിൽ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാൻ പറ്റുന്ന ഒരാൾ അക്കാലത്തുണ്ടായിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹദീസ് പഠിക്കുകയും ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബ്ദുർ റസാഖ്. അതോടുകൂടെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരെ സ്വഹീഹിൽ അബ്ദുർ റസാഖിനെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നാം ചരിത്രം നോക്കുമ്പോൾ അബ്ദുർ റസാഖ് എന്നവർ ഷിയയാണ് എന്ന് പറയുന്നവരുണ്ട്. ഷിയയാണ്. ആ പറയുന്ന ആളുകൾക്ക് അസൂയക്കാർ പറഞ്ഞു പരത്തിയതാണത്. മഹാനവർകൾ ഷിയ അല്ല. ഒരിക്കലും അവർ ഷിയായിസം പ്രവചിപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാ എന്നവർ പറയാണ്, സഅൽതു അബി ഹൽ കാന അബ്ദുർ റസാഖ് യതശയ്യഉ വയുഫർരിതു ഫി തശയ്യുഇ. അബ്ദുർ റസാഖ് ഷിയ ആയിരുന്നോ? ഷിയായിസത്തിൽ കടുംപിടുത്തുള്ള ആളായിരുന്നോ? ഫഖാല, അഹ്മദ് ഹംബൽ തങ്ങൾ പറഞ്ഞു, അമ്മാ അന ഫലം അസ്മഅ മിൻഹു ഫീ ഹാദാ ശൈആ. അപ്പോൾ ഞാൻ അബ്ദുർ റസാഖിൽ നിന്ന് ഷിയായിസവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും കേട്ടിട്ടില്ല. ഫലം അസ്മഅ മിൻഹു ഫീ ഹാദാ ശൈആ, നക്കിറാണ് നഫിൻ്റെ ശേഷം ഒന്നും കേട്ടിട്ടില്ല. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ഹംബൽ തങ്ങൾ പറയാണ്, സമീഅതു സലമത ബിൻ ശബീബിൻ യഖൂലു സമീഅതു അബ്ദുർ റസാഖ് യഖൂലു വല്ലാഹി മൻ ശറഅ സദ്രി ഖത്തു അൻ നുഫദ്ദില അലിയൻ അലാ അബീ ബക്കറിൻ വ ഉമറ.
അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാളും അലി റളിയല്ലാഹു അൻഹു ആണ് സ്ഥാനമാനമുള്ളവർ എന്ന് പറയാൻ ഒരു ദിവസം പോലും തീരെ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇൻഷിറാഹ് വന്നിട്ടില്ല, സന്തോഷം വന്നിട്ടില്ല. റഹിമല്ലാഹു അബൂബക്കർ വഉമറ വഉസ്മാന. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. മല്ലം യുഹിബ്ബഹും ഫമാ ഹുവ മുഅ്മിനുൻ. ഇവരെ മൂന്നാളും സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല. ഇത് അബ്ദുർ റസാഖിന്റെ പ്രയോഗമുള്ളത്. അബ്ദുർ റസാഖ് തങ്ങൾ പറഞ്ഞ വാക്കാണ്. വഖാല ഔസഖു അഅമാലി ഹുബ്ബി ഇയ്യാഹും. എൻ്റെ അമലുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും അല്ലാഹുവിൻ്റെ അടുക്കൽ ഉറപ്പിച്ച് സവാബ് കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഈ മഹാന്മാരെ ഞാൻ സ്നേഹിക്കലാകുന്നു. وقال أبو الأزهر سمعت عبد الرزاق يقول أفضل الشيخين بتفضيل علي إياهما على نفسه. അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു പറയലുണ്ട്. എന്താ പറയല്? ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഖലീഫ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ ലോകത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശേഷം ഏറ്റവും തഫ്ളീലാക്കും, ഏറ്റവും വലിയവരാണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? അലി റളിയല്ലാഹു അൻഹു അവർ രണ്ടാളും വലിയവരാണെന്ന് തഫ്ളീലാക്കിയിട്ടുണ്ട്, വലിയവരാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് അലി റളിയല്ലാഹുവിനേക്കാൾ. ബിതഫ്ളീലി അലിയ്യൻ ഇയ്യാഹുമാ അലാ നഫ്സി. ഇവരുടെ ഷെയ്ഖൈനിനെ അവരുടെ നഫ്സ് അലി റളിയല്ലാഹു നഫ്സിനേക്കാൾ കാര്യമായ സ്ഥാനമാനങ്ങൾ ഉള്ളവർ അവരാണെന്ന് അലി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും ഉലൂലം യുഫദ്ദിൽഹുമാ മാ ഫദ്ദൽതുഹുമാ. അലി റളിയല്ലാഹു അൻഹു ഷെയ്ഖൈനിക്ക് ഫദ്ലുണ്ട് എന്ന് പറയുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നില്ല. പിന്നെ പറയാണ് കഫാ ബി ഇസ്തിറാഅൻ അൻ നുഹിബ്ബ അലിയൻ സുമ്മ ഉഖാലിഫ ഖൗലാ. എനിക്ക് നിലവാര തകർച്ചക്ക് മതി എന്ത്? ഞാൻ അലിയെ സ്നേഹിക്കും, എന്നിട്ട് പിന്നെ ഞാൻ അലി എതിരു നിൽക്കും എന്ന് പറയുന്നത്. അലി പറഞ്ഞത് എന്താ? എന്നേക്കാളും ശ്രേഷ്ഠമുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. പിന്നെ നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരിൽപ്പെട്ട ഇബ്നു ഹിബ്ബാനെ പോലുള്ളവരടക്കം അവരെ സംബന്ധിച്ച് ഷിയാവാദമുണ്ട് എന്നോ അല്ലെങ്കിൽ ഷിയ ആയിരുന്നു എന്നോ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൻ്റെ ചുരുക്കം മഹാനവർകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫാൻസ് ആയിരുന്നു. അവരുടെ ഓരോരോ അത്ഭുതങ്ങൾ, അവരുടെ കറാമത്തുകൾ, അവരുടെ യുദ്ധത്തിൽ കാട്ടുന്ന ആ വീരസൂര പരാക്രമത, അവരുടെ ബുദ്ധികൂർമ്മത, ഇത് മറ്റുള്ളവർ മറ്റുള്ളവരെ പറയുന്നതിനേക്കാളും ഹിക്കായത്ത് ചെയ്യുന്നതിൽ അലിയോടുള്ള മഹബത്ത് മികച്ചവരായിരുന്നു. തബയ്യായ നിലക്ക് അതിൻ്റെ പേരിൽ പറയുന്ന ഷിയായിസമാണ് എന്നല്ലാതെ ഷിയാക്കളുടെ യാതൊരു സ്വഭാവവും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം അബ്ദുർ റസാഖിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അബ്ദുർ റസാഖിൻ്റെ മുസന്നഫിലുള്ള അധിക ഹദീസുകളും സുലാസിയായ ഹദീസുകളാണ്. ഏകദേശം അതിൽ 12,000 ചില്ലാനം ഹദീസുകൾ അതിലുണ്ട്. അവർക്ക് ആകെ 17,000 ഹദീസ് മനഃപ്പാടമുണ്ടായിരുന്നു. 20,000-ഓളം ഹദീസുകൾ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. വളരെ മഹാനാണ്. അവരുടെ എല്ലാവിധ ബർക്കത്തും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പിന്നെ മൂന്നാമത്തത് മഅ്മർ എന്നവരാണ്. അവരുടെ ഹദീസ് അവരെ സംബന്ധിച്ച് മുമ്പ് നാം ചർച്ച ചെയ്തിട്ട് പോയിട്ടുണ്ട്. നാലാമത്തത് ഹമ്മാം ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള ഹമ്മാം എന്ന പേരിൽ ധാരാളമുണ്ടെങ്കിലും ഹമ്മാം ഇബ്നു മുനബ്ബിഹ് എന്ന പേരിൽ ഈ മഹാൻ മാത്രമേ ഉള്ളൂ. അവർ താബിഇയാണ്, സ്വന്നാഴ് നാട്ടുകാരനാണ്, യമനിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് മുആവിയ റളിയല്ലാഹു അൻഹു തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവർ യഹ്യ ഇബ്നു മഈൻ പറയുന്നത് സിഖത്തുൻ. അവിടെ വഫാത്ത് നടക്കുന്നത് 131 സ്വന്നായിൽ വെച്ച്. അവരെ തൊട്ട് ധാരാളം ശിഷ്യന്മാരും അവർക്കുണ്ട്. ചില ആളുകൾ
ഈ പറയുന്ന ഹമ്മാമിനെ സംബന്ധിച്ചും അദ്ദേഹം ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പറയുന്നു വലാ യുൽതഫതു ഇലാ തൽഈഫിൽ ഫല്ലാസി ലഹു. ഫല്ലാസ് എന്ന ആ പണ്ഡിതന് ഹമ്മാം ലഈഫാണ് എന്ന് പറഞ്ഞതിലേക്ക് തിരിഞ്ഞു നോക്കപ്പെടുക തന്നെ ചെയ്യണ്ട. കാരണം ഫഇന്നഹു മിൻ ഫുർസാനി സ്വഹീഹൈൻ. കാരണം ഹമ്മാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും കുതിരപ്പടയാളികളിൽപ്പെട്ടവരാണ്. അതായത് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് വരുന്ന ആളാണ്. പിന്നെ അവരെ പറ്റി ഏതെങ്കിലും ഫല്ലാസ് ലഈഫാന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല.